ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് ഞാൻ പെട്ടിയൊക്കെ ആയിട്ടിരിക്കുന്നതെന്ന്? വേറെ ഒന്നുമല്ല, ഞങ്ങളിന്ന് ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട് ഓണമൊക്കെ അല്ല അപ്പോൾ നാട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പാക്ക് ചെയ്യുന്ന തൊട്ട് നിങ്ങളെ ഇന്നെങ്കിലും ഒരു വ്ളോഗ് എടുക്കണമെന്ന് എനിക്കുണ്ട്. എനിക്കറിയില്ല ഞാൻ വ്ളോഗ് ഫുള്ളാക്കുമോ അല്ലെങ്കിൽ ഞാൻ മറന്നു പോകുമെന്നൊക്കെ. എനിവേ ലെറ്റ്സ് സീ. നമുക്ക് എൻ്റെ ഡ്രസ്സ് സെറ്റ് വെക്കാം. 2 ആക്കി വെക്കേണ്ടി വരും, എനിക്ക് സ്പേസ് ഇല്ല. അക്ഷയുടെ ഡ്രസ്സും വെച്ചു. ഇനി ഇവിടെ നമുക്ക് ബാക്കി ബോക്സുകൾ വയ്ക്കാം. മേ ബി എനിക്കൊരു ബാഗ് ആവശ്യം വരും, അപ്പോൾ അതും കൂടി ഇതിലേക്ക് വെച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ എടുക്കുന്നത്. അല്ലാതെ അവർക്കുള്ള ഓണക്കോടി പിന്നെ നമ്മുടെ ചപ്പൽ അതൊക്കെ നമ്മൾ ഡിക്കിയിൽ വെക്കുകയുള്ളൂ, കാരണം അത് ആദ്യം എടുക്കേണ്ടതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കുഞ്ഞു ബാഗ്. ഇതിലാണ് ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്കും ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത്. അതാകുമ്പം എളുപ്പമായിട്ട് എടുക്കാമല്ലോ. വാട്ടർ ബോട്ടിൽ അതൊക്കെ ഇതിൽ വയ്ക്കും. ഹലോ ഗായ്സ്, ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ഓണം. ഇപ്പം ഞങ്ങൾ കാറിലാണുള്ളത്. ഞങ്ങളിതാ ഇന്നലെ രാത്രി ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ടതാണ്. അപ്പം ഞാൻ ബാഗ് പാക്ക് ചെയ്യുന്ന വീഡിയോസ് എല്ലാം ആക്കിയിട്ടുണ്ടായി. പക്ഷെ നൈറ്റ് ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്ത ക്ലാരിറ്റി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് ഞാൻ ഡ്രോപ്പ് ചെയ്തോടെ. ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നൈറ്റ് ഇന്നലെ നമ്മളൊരു 9 o'clock ഒക്കെ ആയപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിയതാണ്. അതിൻ്റെ ഇടയിൽ 3 സ്ഥലത്തൊക്കെ നമ്മൾ ഉറങ്ങി. ഇപ്പം ഫറോക്ക് എത്താൻ നൈസിൻ്റെ വീട്ടിലേക്ക് പോവാണ്. കുറച്ച് മുല്ലപ്പൂ വാങ്ങിയിട്ടുണ്ട്, കാരണം നൈനികയ്ക്ക് മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് മുല്ലപ്പൂ വാങ്ങി. എൻ്റെ ലുക്കൊന്നും നോക്കരുത്, കാരണം ഫുൾ ഉറങ്ങി. ഇന്നലെ രാത്രി ഫുൾ ഉറങ്ങി. പിന്നെ ഓൾറെഡി ടയേർഡ്, സ്റ്റൊമക്ക് പെയിൻ എല്ലാം കൂടി ആയിട്ട് വയ്യാതെയായി. ഞാനിങ്ങനെ തന്നെ ഇവിടെയുള്ളൂ കേട്ടോ, ബോഡി ഞാൻ കട്ട് ചെയ്യില്ലേ. ഞാൻ പറയായിരുന്നു നമ്മുടെ ഈ പ്രാവശ്യത്തെ ഓണം കാറിൽ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം തന്നെ ആയി 9 മണി. ഇനി തൃശ്ശൂർ എത്തുമ്പോൾ 1 മണിയാവും. അങ്ങനെ ഫുൾ ടൈം കാറിൽ തന്നെ ഇരിക്കും. അത് കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ ക്ഷീണമായിരിക്കും. നമ്മളിത് അവിടെ ഇറങ്ങി ചേച്ചിൻ്റെ വീട്ടിലേക്ക് പോവാം. ഒരു വീട്ടിലേക്ക് കാറ് പോവില്ല. അപ്പോൾ നമ്മൾ കാർ അവിടെ അപ്പുറത്ത് റോഡിലിട്ടിട്ട് അവിടേക്ക് നടക്കണം. എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ലാത്ത കാരണം വീഡിയോ ക്ലിപ്സ് എല്ലാം ആയിട്ട് പോയി. ഞാൻ അവിടെ എത്തി. നയനിക ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമുക്കറിയില്ലെന്ന് ഞങ്ങൾ രാവിലെ വന്നു. ഞങ്ങൾ പറഞ്ഞത് 1 മണിക്ക് വന്ന് പോയിന്ന് കേട്ടോ. പിന്നെ അവിടെ ചെന്ന് ഞങ്ങൾ എന്ത് ചെയ്ത് ചായ കുടിച്ചു. ഇതിനൊക്കെ ഓടിയുണ്ട്, പക്ഷേ എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ടൊക്കെ ആയിട്ട് പോയി. പിന്നെ നയനിക പൂക്കളം ഇടുന്നുണ്ടായി. അപ്പോൾ അക്ഷേട്ടൻ കുറച്ച് സഹായിച്ചു. പിന്നെ അവിടെ ഒരു പുതിയ പൂച്ചക്കുട്ടീനെ വാങ്ങിയിട്ട് അതിനെ കുറേ കളിപ്പിച്ചു. ഞാൻ തൊടുമൊന്നുമില്ല, എനിക്കിഷ്ടമല്ല. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളവിടെ കുറച്ച് നേരം നിന്നിട്ടുള്ളൂ, ഒരു 1 hour ഒക്കെ നിന്നിട്ടുള്ളൂ. കാരണം പെട്ടെന്ന് തൃശ്ശൂർ എത്താളുകൊണ്ട് അവിടെ നിന്ന് വേഗം വലിയ മോളായി. അപ്പൊ ഗൈസ്, എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ലാത്ത കാരണം കുറേ ക്ലിപ്സ് മിസ്സായി. ഞങ്ങളിത് തിരിച്ച് ഇപ്പോൾ തൃശ്ശൂരിക്ക് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 9 മണിയായി. അവിടെ എത്തുമ്പോൾ ഒരു 12 മണി 1 മണി. പിന്നെ ഇതിലും വലിയൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ മറ്റേ അക്ഷരൻ്റെ ഐഫോൺ ആണെങ്കിൽ ഡിസ്പ്ലേ അടിച്ചു. അതുകൊണ്ട് വരുന്ന വഴിക്കുള്ള ക്ലിപ്പുകളൊന്നും എനിക്ക് 2 ഫോണിലും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ആ സമയം ഇപ്പോൾ ഒരു 12:40 കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ വീട്ടിലെത്തി. ഇനി ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, കാരണം ഞാൻ എടുത്തിട്ടുമില്ല. അപ്പം എനിവേ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.